ചുള്ളിക്കാട് കേരളഗാനം വിവാദത്തിൽ കുറ്റമേറ്റെടുത്ത സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ മറ്റുള്ളവരുടെ തെറ്റ് ഏറ്റെടുത്ത് കുരിശിലേറുക മഹത് പ്രവൃത്തിയാണ്. തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്ന് സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, മറ്റുള്ളവരുടെ തെറ്റുകൾ അഥവാ തെറ്റുകൾ എന്ന് വിലയിരുത്തപ്പെടുന്നത് ഏറ്റെടുത്ത് കുരിശിലേറുക ഒരു മഹാപ്രവൃത്തിയാണെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിവാദത്തിൽ എല്ലാ കുറവുകളും തൻ്റേതാണ് എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ തന്നെയാണ് സച്ചിദാനന്ദൻ നടത്തിയിരിക്കുന്നത്. കെ പി കുറച്ച് ദിവസം മുൻപാണ് സാഹിത്യ അക്കാദമി സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും അതുപോലെ തന്നെ കേരള ഗാനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഒരു വിവാദം ഉണ്ടായത്. ഈ വിവാദത്തിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അതായത് ശ്രീകുമാരൻ തമ്പിയോട് ഗാനം ആവശ്യപ്പെട്ട ശേഷം അത് തിരസ്കരിക്കുന്ന ഒരു കാര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ശ്രീകുമാരൻ തമ്പി അടക്കം രംഗത്ത് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തെറ്റുകൾ താൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സച്ചിദാനന്ദൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ഈ തെറ്റുകൾ ഏറ്റെടുക്കുന്നത് ഒരു മഹാപ്രവൃത്തിയായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഞാൻ കുരിശിലേറുകയാണെന്നും മറ്റുള്ളവരുടെ തെറ്റ് താൻ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറുകയാണെന്നുമുള്ള കാര്യമാണ് ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാരനെ സാഹിത്യോത്സവത്തിന് വന്ന ശേഷം ഈ പ്രസംഗിച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വാഹനത്തിന് പോലുമുള്ള കാശ് തികച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരുന്നു. ഇത് സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. അത് ന്യായീകരിച്ചുകൊണ്ട് ഈ സാഹിത്യ അക്കാദമി അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കേരള ഗാന വിവാദത്തിൽ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകുമാരൻ തമ്പിക്ക് ആദ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ഗാനം നൽകിയ ശേഷം അത് തിരുത്തി വീണ്ടും ആവശ്യപ്പെടുന്നു. പിന്നീട് ആ ഗാനം തിരസ്കരിച്ചു എന്നുള്ള ഒരു വിവരം കൈമാറുന്നു. ഇതോടുകൂടി ശ്രീകുമാരൻ തമ്പി രംഗത്ത് വന്നു. അതോടൊപ്പം മറ്റ് ഗാനങ്ങളും സ്വീകരിച്ചു എന്നുള്ള ഒരു ന്യായീകരണവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ തന്നെ മറുപടിയും തന്നിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള വിമർശനങ്ങൾ, അതായത് ഈ ഗാനരംഗത്ത് നിന്നായാലും അതുപോലെ മറ്റ് സാഹിത്യകാരന്മാരായാലും വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ ഒരു വിമർശനമൊക്കെ നിലനിൽക്കെ, ആ പ്രതിഷേധമൊക്കെ നിലനിൽക്കെയാണ് ഇപ്പോൾ കുറ്റം താൻ ഏറ്റെടുക്കുകയാണ് എന്നുള്ള അതൊരു മഹാപ്രവൃത്തി ഏറ്റെടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും സെൻ ബുദ്ധിസത്തെ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പരിഹാസ രൂപേണയാണ് കുറ്റം ഏറ്റെടുക്കുന്നത് എന്ന് പറയുമ്പോൾ കുറ്റം ആർ ചെയ്തു അല്ലെങ്കിൽ കുറ്റത്തിന്റെ ഉത്തരവാദികളാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമില്ല, അല്ലേ? തീർച്ചയായും അദ്ദേഹം ഈ കുറ്റം ഏറ്റെടുക്കുന്നത് താൻ ചെയ്യാത്ത കുറ്റമാണ് ഏറ്റെടുക്കുന്നതെന്ന് ഉള്ള രീതിയിലാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് താൻ കുരിശിലേറുന്നു, അതുപോലെ തന്നെ സൈൻ ബുദ്ധിസം ഒക്കെ അദ്ദേഹം ആ ഉദാഹരണങ്ങളായി ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന സമീപനം സാഹിത്യ അക്കാദമി സ്വീകരിച്ചു പോരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇടതു രാഷ്ട്രീയവത്കരണം സാഹിത്യ അക്കാദമിയെ കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ നടക്കുകയാണ്. അത്തരത്തിൽ ഇടതു ചിന്തകന്മാർ അല്ലെങ്കിൽ ഇടതു സാഹിത്യവുമായി അടുത്തു ചേർന്ന് നിൽക്കുന്നവരെ മാത്രം പരിഗണിച്ചു പോരുന്ന ഒരു സമീപനം, അത്തരമൊരു സാഹിത്യകാരൻ കൂടിയായ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലും അവഗണിക്കുന്ന ഒരു സമീപനം ഈ സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലും ഈ കഴിവുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന ഒരു കാര്യം ഈ സാഹിത്യ അക്കാദമി ചെയ്തു പോരുന്നു. അതിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിൽ അതിൽ കൃത്യമായും ഇടപെടേണ്ട ഒരു ആളാണ് സച്ചിദാനന്ദൻ. അതിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ എത്തരത്തിലായിരുന്നു എന്നതിനെ പറ്റിയിട്ട് ശ്രീകുമാരൻ തമ്പി അടക്കം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാഹിത്യകാരന്മാരുൾപ്പെടെ പ്രതിഷേധവുമായി വന്നത്. അദ്ദേഹം പരാമർശം ഉന്നയിച്ചത്. ആ ഒരു പരാമർശത്തിൽ ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇത്ര കുറ്റങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന തരത്തിൽ ഒരു മറുപടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ തന്നെ വലിയ തരത്തിൽ ന്യായീകരണമായിരുന്നു. തങ്ങൾ അങ്ങനെയൊന്നുമല്ല, ആർക്കും പ്രതികാരമില്ല, പ്രതികാര ബുദ്ധിയോടുകൂടിയല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു. എങ്കിലും ശ്രീകുമാരൻ തമ്പിയുടെ ഈ വരികൾ ആദ്യം തിരസ്കരിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അതിനുശേഷം അത് തിരസ്കരിച്ചിട്ടില്ല എന്ന് മലക്കം അറിയുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഏറ്റെടുക്കുകയാണെന്നുള്ള തരത്തിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ്, അതായത് വലിയ പ്രതിഷേധങ്ങളാണ് ഈ സാഹിത്യ അക്കാദമി ഭരണ
ഭരണസമിതിക്ക് നേരെ ഉയർന്നു വന്നത്. രാഷ്ട്രീയവത്കരിക്കുന്നു എന്നുള്ള കാര്യം അത് പൊതുസമൂഹത്തിൽ ഇത്തരം രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അത് പൊതുസമൂഹത്തിൽ വലിയ തരത്തിൽ ഒരു ശ്രദ്ധ നേടിയിരുന്നു. കാരണം രാഷ്ട്രീയവത്കരണം സാഹിത്യ അക്കാദമിയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്തായാലും ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിന്റെയും അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെയും ഈ വിവാദങ്ങളിലാണ് ഇപ്പോൾ താൻ കുറ്റങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ കെ സച്ചിദാനന്ദൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. KP യെസ്, തൃശ്ശൂരിൽ നിന്നും എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.